നിങ്ങളുടെ പശുത്തൊഴുത്തിൽ ആളെ വെക്കാതെ തന്നെ ഡെയിലി പാല് കറക്കാനും അതുപോലെ തന്നെ തൊഴുത്ത് വൃത്തിയാക്കാനും പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പാല് കറക്കുന്നത് ശരി, തൊഴുത്ത് വൃത്തിയാക്കുന്നത് ശരി, ഇതിനെല്ലാത്തിനും കൂടി ഒരൊറ്റ മിഷനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് മിൽക്കി മിഷനിലെ സ്കാമോ? പല കാര്യങ്ങളിലും സ്കാം നടക്കുന്നുണ്ട്. മിൽക്കി മിഷനിലെ സ്കാം നടക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വീഡിയോ ഫുൾ ആയിട്ട് കാണുക. മിൽക്കി മിഷൻ ഇപ്പോൾ ആദ്യം ഓഫറിലാണ് കൊടുക്കുന്നത്. സോ അതെന്താണെന്ന് അറിയാൻ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിപ്പോൾ ഒരു പശു ഫാമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ് അതിൽ പാല് കറക്കുക എന്നുള്ളത്. അടുത്ത് വരുന്ന പ്രശ്നമാണ് നമുക്ക് തൊഴുത്ത് വൃത്തിയാക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തന്നെ പാല് കറക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ തൊഴുത്തൊക്കെ വൃത്തിയാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരാളെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യിപ്പിക്കും. ഇപ്പോൾ ആളെ ഒന്നും കിട്ടാൻ തന്നെ ഇല്ല. അങ്ങനെ കിട്ടിയാൽ തന്നെ അവർക്ക് ആൾക്കൂലി ഒരുപാട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മളൊരു മിൽക്കി മിഷൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ കുറേ ടൈപ്പ് ഓഫ് മിൽക്കി മിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു മിൽക്കി മിഷൻ എങ്ങനെയൊക്കെ നോക്കി വാങ്ങണമെന്ന് നമുക്ക് ഇപ്പോഴും ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു നല്ലൊരു മിൽക്കി മിഷൻ എങ്ങനെ വാങ്ങാം, അല്ലെങ്കിൽ എന്തൊക്കെ നോക്കി വാങ്ങാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക. കൂടാതെ നമ്മുടെ MDM ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലിയോ മിൽക്കി മിഷനെ പറ്റിയിട്ടാണ്. ഈ മിഷനിൽ നമുക്ക് 1 മുതൽ 100 പശുക്കളെ വരെ ഈസിയായി തന്നെ പാല് കറക്കാം. കൂടാതെ 100 അടി വരയ്ക്ക് നമുക്ക് പൈപ്പ് ലൈൻ കണക്ട് ചെയ്യാം. കൂടാതെ ഇതിൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് HTP കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിയായി തന്നെ തൊഴുത്ത് വൃത്തിയാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് പൾസെറ്റർ ആണ്. പൾസെറ്റർ നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ പ്രൂഫ് പൾസെറ്ററാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ SS കൊടുക്കുന്നത്. കൂടാതെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തേന് പോകുക, ഡാമേജ് ആകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ മറ്റുള്ളിടങ്ങളിലൊക്കെ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് MS വരിക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡാമേജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ SS കൊടുക്കുന്നുണ്ട്, നമുക്ക് ലൈഫ് ഒരുപാട് നിൽക്കും. നമ്മുടെ ലൈനറും ടീത്ത് കപ്പും നോക്കിയാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS കൊടുക്കുന്നത്. ക്ലാ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പാല് പോകുന്നത് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കൂടാതെ പോളികാർബണേറ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 240 cc ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭയങ്കര സ്പീഡായിട്ടായിരിക്കും പാല് കറക്കുന്നത്. അടുത്ത് നമ്മൾ പശുവിൻ്റെ അകിടിലിടുന്ന ലൈനറിലെ റബ്ബർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നൈട്രൈൽ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ലൈനർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 27 mm നൈട്രൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ പശുക്കൾക്ക് യാതൊരു പ്രശ്നവുമില്ല, സേഫായി യൂസ് ചെയ്യാം. അടുത്ത ക്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ SS കൊടുക്കുന്നത്. സോ SS കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാലൊക്കെ ഫുള്ളായി കഴിഞ്ഞാൽ എങ്ങനെ അറിയുന്നു നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയാണ് NRV വാൾവ് കൊടുക്കുന്നത്. ഈ NRV വാൾവ് കൊടുക്കുന്നുണ്ട് തന്നെ നമുക്കിപ്പോൾ പാല് കറക്കുന്ന സമയത്ത് പാൽ ക്യാൻ ഫില്ലായി കഴിഞ്ഞാൽ കറവ ഓട്ടോമാറ്റിക്കലി തന്നെ സ്റ്റോപ്പ് ആകും. അടുത്ത് നമ്മൾ നോക്കുന്നത് വാക്വം ടാങ്ക് ആണ്. വാക്വം ടാങ്ക് നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നമ്മുടെ തൊഴുത്തിൽ പൊതുവെ വെള്ളമായിരിക്കും. സോ നമ്മൾ വാക്വം ടാങ്ക് MS കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കാനോ അതുപോലെ തന്നെ ഹോള് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഫുൾ ആൻഡ് ഫുൾ SS കൊടുക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, സേഫായി യൂസ് ചെയ്യാം. അടുത്ത് നമ്മൾ നോക്കുന്നത് വെച്ചാൽ പമ്പാണ്. പമ്പ് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഇൻബിൽഡ് ഓയിൽ പമ്പാണ് കൊടുക്കുന്നത്. എക്സ്റ്റേണൽ പമ്പ് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന പോലെ വരും. സോ അതുകൊണ്ട് തന്നെ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. സോ ഇൻബിൽഡ് ഓയിൽ പമ്പ് ആയതുകൊണ്ട് തന്നെ എത്ര ഓയിൽ വേണമെന്നുള്ളത് അത് തന്നെ ഓട്ടോമാറ്റിക്കലി വലിച്ച് നമുക്ക് ഒരു ലാഗും ഇല്ലാതെ പാല് കറക്കാൻ പറ്റുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കുന്നത് മോട്ടറാണ്. മോട്ടർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ കോപ്പർ വൈനിങ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റുള്ളിടങ്ങളിലൊക്കെ ബ്രാൻഡഡ് മോട്ടറിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് കോപ്പർ വൈനിങ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ അത് ശരിയാക്കി തരുന്നതാണ്. കൂടാതെ നമ്മൾ ഇതിൽ TOP കൊടുക്കുന്നുണ്ട്, തെർമൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ. നിങ്ങളിപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി റൺ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹീറ്റ് ആവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആകും. അടുത്തത് എപ്പോഴാണ് കൂളാവുന്നത് ആ സമയത്ത് അത് തന്നെ സ്റ്റാർട്ട് ആയിക്കോളും. അടുത്ത് നമ്മൾ ഇത് മോട്ടറിലല്ലേ കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് കറണ്ടിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇത് നമ്മൾ മോട്ടറിലാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കറണ്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാം. ഇനിയിപ്പോൾ കറണ്ടൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് നോക്കുവാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയാണ് 6 HP പെട്രോൾ എഞ്ചിൻ കൊടുക്കുന്നത്. സോ ഈ കറണ്ട് ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്രോൾ മാത്രം ഉണ്ടെങ്കിലും ഈ എഞ്ചിൻ ഉപയോഗിച്ച് ഈസിയായി തന്നെ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പം ഞാൻ വീഡിയോൻ്റെ ആദ്യമേ പറഞ്ഞു സ്കാം നടക്കുന്നുണ്ടെന്ന്. മിൽക്കി മിഷനിൽ എന്താണ് സ്കാം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പലവരും ഓൺ മാനുഫാക്ചറിങ് ആണെന്ന് പറഞ്ഞാണ് മിഷൻ വിൽക്കുന്നത്. പക്ഷേ പകുതിയും ഓൺ മാനുഫാക്ചറിങ് അല്ല. പക്ഷെ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഓൺ മാനുഫാക്ചറിങ് ചെയ്താണ് പ്രൊഡക്റ്റ് വിൽക്കുന്നത്. ഇപ്പോൾ മറ്റുള്ളിടങ്ങളിലൊക്കെ നോക്കുന്നത് വെച്ചാൽ ചൈനയിൽ നിന്നും മറ്റു സ്ഥലത്തു നിന്നൊക്കെ മിഷൻസ് കൊണ്ടുവന്നായിരിക്കും വിൽക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഓൺ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മിഷൻ വാങ്ങിക്കുകയാണെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. അപ്പം ഞാൻ വീഡിയോൻ്റെ ആദ്യമേ പറഞ്ഞ പോലെ ഇപ്പം നിങ്ങൾ ഈ മിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആഡി ഓഫറിലാണ് കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ആഡി ഓഫറിൻ്റെ ഉള്ളിൽ ഈ മിഷൻ എടുക്കുകയാണെങ്കിൽ 10,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ കുറഞ്ഞ മുതൽ മുടക്കിൽ ഇപ്പോൾ EMI കൊടുക്കുന്നുണ്ട്. സോ ഈ മിഷൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഈ മിഷനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിലും വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.